കണ്ണന്റെ അച്ഛനെ ലോറി ഇടിച്ച് നിന്റെ അച്ഛൻ കൊന്നു എന്നറിഞ്ഞാൽ പിന്നെ എന്തിനും ഏതിനും നിനക്ക് താങ്ങും തണലുമായി നിന്നിട്ടുള്ള നിന്റെ അച്ഛൻ ജയിലിലാവും. ഇതിങ്ങനെ ഉള്ളിൽ കൂട്ടി വെച്ചുകൊണ്ട് നടക്കുന്നതിൽ അർത്ഥമില്ല. പറയേണ്ടവരോടൊക്കെ ഇത് പറയണം. ഇത് കണ്ണേട്ടനോട് പറയരുതെന്നല്ലേ മാർക്കോ അന്ന് കണ്ടപ്പോ പറഞ്ഞത്? അതിൽ മാറ്റമില്ല. കണ്ണൻ സാറിനോട് ഇത് പറയാൻ പാടില്ല. പക്ഷേ അനന്ത് സാറിന് ലേഖ ഇത് അറിയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? മഹിക്ക് നല്ല സങ്കടമുണ്ടല്ലോ. ഇതുവരെയും ഈ വിഷമത്തിനൊരു മാറ്റമില്ലല്ലോ മഹി. എന്താ എന്താ പറ്റിയത്? ആരാ മഹി കരയിച്ചത്? അനന്തേട്ടാ, എന്തു പറ്റി? ആരെങ്കിലും മഹിയെ വഴക്ക് പറഞ്ഞോ? മനസ്സിൽ തട്ടുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോ? പിന്നെന്താ പറ്റിയത്? ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ രണ്ടാളും എന്നെ കുറ്റപ്പെടുത്തരുത്. പലതവണ ലേഖയോട് എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം പറയണമെന്ന് കരുതിയതാ. പിന്നെ ഏതോ ഒരു ശക്തി അതിൽ തന്നെ പിന്നോട്ട് വലിച്ചു. മഹിയുടെ മനസ്സിലൊരു വിങ്ങലുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതാ. എന്തോ ഒരു ഭാരം കിടപ്പുണ്ടെന്ന് കണ്ണനും പറഞ്ഞതാ. മഹി ഇപ്പൊ ആരെ കണ്ടിട്ടാ വരുന്നേ? മാർക്കോയെ. ഇപ്പൊ മഹിയുടെ സങ്കടത്തിന് കാരണം മാർക്കോയാണോ? ഒരിക്കലും അല്ല. മാർക്കോ എന്നെ നല്ല സ്നേഹിക്കുന്നവരെ ആരെയും സങ്കടപ്പെടുത്താറില്ലല്ലോ. പിന്നെന്താ പറ്റിയത്? മാർക്കോയെ കണ്ടപ്പോ മാർക്കോ എന്നോട് പറഞ്ഞത് ലേഖയോടെങ്കിലും നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂടെയെന്ന്. അത് കേട്ടപ്പോ ഇനി പറയാതെ ഉള്ളി വെച്ചോണ്ട് നടക്കുന്നത് ശരിയല്ലാന്ന് തോന്നി. വേറൊന്നുമല്ല നന്ദേട്ടാ, അച്ഛനുമായിട്ട് കണ്ണേട്ടൻ ബൈക്കിൽ പോകുമ്പോഴാ അവരുടെ ബൈക്കിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറിയത്. നല്ല മഴയുള്ള രാത്രിയിലായിരുന്നു അത്. ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ച് ലോറി പാഞ്ഞു പോവായിരുന്നു. കണ്ണൻ പറഞ്ഞത് കേട്ടല്ലാതെ മഹിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? അന്ന് കണ്ണേട്ടന്റെ അച്ഛന്റെ ബൈക്കിലേക്ക് പാഞ്ഞു കയറിയത് എന്റെ രണ്ടാനച്ഛന്റെ ലോറിയാ. മഹി എന്തൊക്കെയാ ഈ പറയുന്ന? മനസ്സിന്റെ സമനില തെറ്റിയപ്പോ അതേപ്പറ്റി തന്നെയാ കണ്ണേട്ടനോട് പറയണമെന്ന് കരുണയുടെ അച്ഛൻ വാശി പിടിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം അങ്ങേരുടെ ദേഹത്ത് കണ്ണേട്ടന്റെ അച്ഛന്റെ ബാധ കൂടി. അതോടെ ഇത്രയും കാലം ഞങ്ങളെല്ലാം മറച്ചു വെച്ചത് കണ്ണേട്ടനോട് പറയണമെന്ന് പറഞ്ഞ് എന്റെ രണ്ടാനച്ഛൻ വാശി പിടിക്കുക. മഹി പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. അയാൾ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു അപകടം ഉണ്ടാക്കിയതെങ്കിൽ അതേപ്പറ്റി നിങ്ങളോടൊക്കെ പറയോ? ഇപ്പൊ അയാളുടെ സമനില തെറ്റിയിട്ടാ എല്ലാം വിളിച്ച് പറയുന്നേ. പക്ഷെ ഈ സംഭവം നേരത്തെ അറിഞ്ഞു എന്നല്ലേ മഹി പറഞ്ഞത്? ഞാനിത് ആ സംഭവം നടന്നു കഴിഞ്ഞപ്പോ തന്നെ അറിഞ്ഞതാ. എങ്ങനെ? അന്ന് എനിക്ക് 5 വയസ്സ് തികയാറായിട്ടില്ല. ആ മഴയുള്ള രാത്രിയിൽ എന്റെ രണ്ടാനച്ഛൻ ഡ്രൈവ് ചെയ്ത ആ ലോറിയിൽ ഞാനും ഉണ്ടായിരുന്നു. ആ അപകടത്തിന് ഞാനും സാക്ഷിയാ. അങ്ങനെ സാക്ഷിയായതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം കണ്ണേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ കണ്ണേട്ടന്റെ എല്ലാ ന്യൂനതകളും മറന്ന് ആ ബന്ധം തന്നെ മതിയെന്ന് ഞാൻ വാശി പിടിച്ചത്. അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ ഈ വിവാഹത്തെ എതിർത്തത്. പിന്നീട് അമ്മ അറിഞ്ഞു. അതിനുശേഷം എന്റെ രണ്ടാനച്ഛന്റെയും അയാളുടെ അമ്മയുടെയും ക്രൂരത കൂടി വന്നപ്പോ എനിക്കത് അയാളോട് പറയേണ്ടി വന്നു. അന്നത്തെ അപകടത്തിൽ മരണപ്പെട്ടത് കണ്ണേട്ടന്റെ അച്ഛനാണെന്ന്.
അപകടത്തിലാണ് കണ്ണേട്ടൻ വീൽ ചെയറിലായതെന്ന്. ഇതൊന്നും അയാൾക്ക് അറിയില്ലായിരുന്നോ? വിവാഹശേഷവും അയാൾക്ക് അറിയില്ലായിരുന്നു. 10-20 വർഷം മുമ്പ് മരിച്ചത് കണ്ണേട്ടന്റെ അച്ഛനായിരുന്നെന്ന്. അന്ന് കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ കണ്ണേട്ടനാണെന്നൊക്കെ. ഇത് വല്ലാത്തൊരു കഥയാണല്ലോ മഹി. അന്ന് വൃശ്ചികത്തിലെ തൃക്കാർത്തികയായിരുന്നു. അന്ന് കണ്ണേട്ടന്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ ആ അയ്യപ്പ വിഗ്രഹം ഇപ്പോഴും ഞാനൊരു നിധി പോലെ കൊണ്ടു നടക്കുന്നത്. കണ്ണേട്ടന്റെ വീട്ടിലെ പൂജാമുറിയിൽ ഇരിക്കുന്നത് ആ അയ്യപ്പ വിഗ്രഹം. എന്നാൽ അതൊന്നും കണ്ണേട്ടന് അറിയില്ല എന്ന് മാത്രം. മഹി, ഇത്രയും നാളായിട്ടും ഇതൊന്നും ഞങ്ങളോട് പറയാത്തത് വലിയ തെറ്റായിപ്പോയി. കണ്ണനോട് പറയാതിരുന്നത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൻ ഇത് അറിയേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അതിനു മുൻപ് മഹി കണ്ണേട്ടനോട് പറയണമായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാർക്കോ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. ആരായാലും കുറ്റപ്പെടുത്തില്ലേ മഹി? ഇതുപോലൊരു ഭാരം ഉള്ളിൽ വെച്ചോണ്ട് നടക്കുക പറഞ്ഞ അത് നിസ്സാര കാര്യമാണോ? ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലും അത് ബാധിക്കില്ലേ? ഇനിയിപ്പോ നടന്നതിനെ പറ്റി ഓർക്കണ്ട. ഇത് കണ്ണേട്ടനോട് പറയണമെങ്കിൽ പറയാം. അതിനുശേഷം കണ്ണേട്ടൻ എന്ത് തീരുമാനം വേണേലും എടുത്തോട്ടെ. വേണ്ട, ഒരു കാരണവശാലും കണ്ണൻ ഇത് അറിയരുത്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രാണനേക്കാൾ വലുതാ അവനവന്റെ അച്ഛൻ. ഇന്ന് മഹിയോട് എങ്ങനെയാണോ അതുപോലെ തന്നെയാ അവനവന്റെ അച്ഛനോടുള്ള സ്നേഹം. അതുകൊണ്ട് ഞങ്ങൾ കേട്ടോണ്ട് നിൽക്കുന്ന പോലെ അവൻ കേട്ടോണ്ട് നിൽക്കണമെന്നില്ല. ഞങ്ങൾക്ക് പോലും ഈ കാര്യത്തിൽ മഹിയെ ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോ അവന്റെ കാര്യവും വേദന സഹിക്കാൻ കഴിയാതെ ചിലപ്പോൾ ഇതറിയുമ്പോ അവന്റെ ഹൃദയം നിന്ന് പോയെന്ന് വരും. ശരിയാ മഹി, ഏതായാലും ഇത്രയും കാലം മൂടി വെച്ചില്ലേ, ഇനിയത് കണ്ണേട്ടൻ അറിയാത്തതാ നല്ലത്. പക്ഷെ കരുണയുടെ അച്ഛൻ എങ്ങനെയെങ്കിലും ഇത് കണ്ണേട്ടനോട് പറഞ്ഞേ അടങ്ങുന്നുള്ള വാശിയിലാണല്ലോ. അത് വാശിയല്ലല്ലോ, കണ്ണേട്ടന്റെ അച്ഛൻ അയാളെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ. സത്യം പറഞ്ഞ അയാളെ കൊന്നുകളയല്ലേ വേണ്ടത്. അങ്ങനെ തന്നെയാ വേണ്ടത്. ആ മാർക്കയുമായി ചേർന്ന് അയാളെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം. അന്ന് ലോറി കൊണ്ടുപോയി ഇടിച്ചിട്ട് അയാൾ നിർത്താതെ പോവായിരുന്നു. ആ സമയത്ത് കണ്ണന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കായിരുന്നു. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക് അനന്തോട്ടാ, വർഷങ്ങൾക്ക് ശേഷം കണ്ണേട്ടന്റെ അച്ഛൻ തന്നെ അയാളെ പിടികൂടിയില്ലേ. ഇനി അയാൾ ഭ്രാന്ത് പിടിച്ച് മരിക്കട്ടെ മഹി. അയാള് സമനില തെറ്റി അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ. എന്നാലും ഇതുപോലൊരു രഹസ്യം ഇത്രയും നാളും മഹി ഉള്ളിൽ കൊണ്ട് നടന്നല്ലോ. ഇതെന്റെ മനസ്സിനെ വല്ലാതെ കീറി മുറിച്ചോണ്ടിരിക്കായിരുന്നു ലേഖ. എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് കരുണയുടെ അച്ഛൻ ഇങ്ങനൊരു അവസ്ഥയിലായപ്പോ ഞാൻ ആകെ മരവിച്ച് നടക്കുകയായിരുന്നു. സത്യം പറഞ്ഞ നിങ്ങളോട് രണ്ടുപേരോട് നടന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ വല്ലാത്തൊരാശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ കണ്ണനോട് ഈ കാര്യം പറഞ്ഞ അങ്ങനെ ആയിരിക്കില്ല. മഹിയുടെ മനസ്സിന്റെ ഭാരം കൂടെ ഉള്ളൂ. അവനെ ഓർമ്മയ നാൾ മുതൽ അറിയുന്ന കൂട്ടുകാരനാ ഞാൻ. ഈ ഒരു കാര്യം ഒഴിച്ച് മറ്റെന്തും അവനോട് മഹി പറഞ്ഞാലും അവനത് സഹിക്കും. പക്ഷേ ഇവിടെ 5 വയസ്സിൽ മഹി അറിഞ്ഞ സത്യം
2 പതിറ്റാണ്ടായിട്ട് മൂടി വെച്ചത് അവൻ ഒരിക്കലും പൊറുക്കില്ല. അനന്തേട്ടാ, ഇനി വെറുതെ മഹി അനന്തോട്ട് ഭയപ്പെടുത്തണ്ട. ഇപ്പൊ തന്നെ എല്ലാം നഷ്ടപ്പെട്ട പോലെയാ നടക്കുന്ന. പാവം. വാ മഹി. നീ വിഷമിക്കണ്ട വിശ്വനാഥ, നിന്നെ കൊന്നത് ഞാൻ തന്നെ. അതിനെന്താ സംശയം? നീ അപ്പ തന്നെ മരിച്ചു. നിന്റെ മോൻ മരിക്കുന്നതിനേക്കാൾ നഷ്ടങ്ങളാ ഉണ്ടായത്. അതെനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേടാ. നീ വിഷമിക്കണ്ടടാ. ഞാനേ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഉറപ്പായിട്ട് നിന്റെ മോനോട് പറഞ്ഞിരിക്കും, കേട്ടോ? അതെനിക്ക് അറിഞ്ഞൂടെ? അവൻ നമ്മുടെ പയ്യനല്ലേ. ഇവനിതെന്തൊക്കെ പറയുന്ന? ഓ, അതെനിക്ക് അറിഞ്ഞൂടാ. എടാ, അടുത്ത തവണ നമ്മൾ കാണുമ്പോ നിന്റെ മോൻ അറിയേണ്ടതൊക്കെ അറിഞ്ഞിരിക്കൂടാ. ഇവിടെ മറ്റവനും ഉണ്ടല്ലോ. ഇനി അവൻ എന്റെ ദേഹത്തേക്ക് ചാടിക്കേറുവോ? അതെനിക്ക് അറിഞ്ഞൂടെ? ഓ, കൊള്ളാം വിശ്വ. അപ്പൊ നിനക്ക് കൂട്ടുണ്ടല്ലേ? അവളുടെ സുന്ദരിയാണല്ലോ. അല്ല, നീ ഒരു വൃത്തികെട്ടവനല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മറ്റു വഴിയിലൊന്നും ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ നീ ആത്മാവല്ലടാ. മരിച്ചുപോയവന്റെ കൂടെ വേറെ ആത്മാക്കളെ ഇവൻ കണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ ദൈവമേ. അപ്പോഴേ എല്ലാം പറഞ്ഞ പോലെ നാളെ നീ വരുമ്പോ ഇനി നിനക്കൊരു ചോദ്യം ചോദിക്കേണ്ടി വരില്ല. ആ ഉറപ്പ് ഞാൻ തരാം. എല്ലാം ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താമേ? ഞാനാ. കൊച്ചായിരുന്നോ? ഈ തോളി പിടിക്കുമ്പോ ഒന്നും മയത്തി പിടിക്കണ്ടേ കൊച്ചെ? പേടിച്ചു പോയല്ലോ. മോനും അമ്മയ്ക്കും കുഴപ്പമാണെന്നാ തോന്നുന്നത്. എന്താ 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 പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. അതെ, പറഞ്ഞത് എന്താന്ന് ഞാൻ കേട്ടോ. എനിക്ക് എന്റെ മോനെ പോലെ ബാധയൊന്നും കൂടിയിട്ടില്ല. ഈ ആശുപത്രിയിലെ ചില മുറികളൊന്നും ശരിയല്ല. ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെ കുഴപ്പമുണ്ടാകാതിരിക്കും? ആശുപത്രിയല്ലേ. ദുർമരണങ്ങൾ ഒരുപാട് സംഭവിച്ചു കാണുമല്ലോ. അവരുടെ പ്രേതങ്ങള് പല മുറികളിലും കാണും. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. ഇവളൊരു പ്രേതമാണെന്നാ തോന്നുന്നേ. എന്താ? ഒന്നുമില്ല ഒന്നുമില്ല. കുട്ടി പൊക്കോ പൊക്കോ.
വെട്ട് കുടുംബമാണെന്ന് തോന്നുന്നു. ഇവൻ ഉറങ്ങി. ഈ മുറിക്കകത്ത് ഞാൻ ഇനി കിടക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല. എന്നാ കൂട്ടുകിടക്കാതിരിക്കാനും പറ്റില്ലല്ലോ. ഇവൻ ഇനി രാത്രി എങ്ങോട്ടിറങ്ങി ഓടുമെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റൂ. ഇനി കിടന്നാലും ഉറക്കം വരത്തില്ല. കുട്ടിയൊരു പാവെന്ന് പറഞ്ഞാ ഇത്രയൊന്നും പെൺകുട്ടികൾ സാധുക്കളാവാൻ പാടില്ല. അതുകൊണ്ടാ പറയേണ്ട സമയത്ത് കണ്ണമ്മോനോട് ഒന്നും പറയാതിരുന്നത്. ഇപ്പോഴേതായാലും ആനന്ദ് സാറിനോട് ലേഖയോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയണമെന്ന് നീ പറഞ്ഞത് നന്നായി. അതുകൊണ്ട് പകുതി ഭാരം ഒഴിഞ്ഞു പോയി. കണ്ണൻ സാർ ഇത് അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? അത് തൽക്കാലം പറയാതിരിക്കുന്നതാ നല്ലത്. ഒരുത്തൻ കണ്ണൻ സാറിന്റെ അച്ഛനെ കൊന്നത് അവനാണെന്ന് പറഞ്ഞ് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുവാണല്ലോ. പ്രതാപന്റെ നാവിന്ന് എപ്പോഴെങ്കിലും കണ്ണൻ സാർ ആ സത്യം മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ കുഴപ്പമാവില്ലേ അമ്മേ? കുഴപ്പമാവും. അനിവാര്യമായതൊക്കെ സംഭവിച്ചല്ലേ പറ്റത്തുള്ളൂ മോനെ. എന്നും എല്ലാവർക്കും നല്ല കാലം ആവണമെന്നില്ല. സമയദോഷം വരുമ്പോ ആ ദോഷത്തിന് ആധിക്യം കൂട്ടാൻ ഓരോരോ കാരണങ്ങൾ ഒത്തുവരും. അമ്മയുടെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ണനും മഹാലക്ഷ്മി എങ്ങനെയാണോ അതുപോലെയാണ് കണ്ണന്റെ അച്ഛൻ. വൃശ്ചിക മാസത്തിലെ ഒരു തൃക്കാർത്തികയ്ക്ക് അച്ഛനും മോനും അമ്പലത്തിൽ തൊഴുതിട്ട് ഒരു ബൈക്കിൽ കയറിപ്പോയത്. ആ, അത് പറഞ്ഞപ്പോഴാ അന്ന് കണ്ണൻ സാറിന് അമ്മ ഒരു വിഗ്രഹം കൊടുത്തു വിട്ടിരുന്നില്ലേ? ലക്ഷ്മി മോൾ അതേപ്പറ്റി പറഞ്ഞു അല്ലേ? കൊടുത്തു. ഒരു അയ്യപ്പ വിഗ്രഹം. അത് തനി തങ്കമൊന്നും അല്ല. പക്ഷേ ഇപ്പോഴും അതിന് ക്ലാവ് പിടിച്ചിട്ടില്ല. അതിന്റെ മാറ്റ് കുറഞ്ഞിട്ടുമില്ല. അമ്മ കൊടുത്ത വിഗ്രഹമല്ലേ, പിന്നെ മാറ്റു കുറയൂ? ഒന്നും കാണാതെ ആർക്കും ഒന്നും കൊടുക്കില്ല എന്ന് നിനക്കറിയാലോ. അതറിയാം. പക്ഷേ അമ്മ കണ്ണൻ സാറിന് കൊടുത്തുവിട്ട ആ വിഗ്രഹമാണ് മഹാലക്ഷ്മി പൂജാമുറിയിൽ വെച്ച് ആരാധിക്കുന്നെന്ന് കണ്ണൻ സാറിന് അറിയില്ല. പക്ഷേ ലക്ഷ്മി മോൾക്ക് അതറിയാലോ. എല്ലാത്തിനും സാക്ഷിയാണ് ലക്ഷ്മി മോള്. ആ അപകടത്തിനും പിന്നീട് നടന്ന എല്ലാ സംഭവങ്ങൾക്കും. അവരുടെ കല്യാണം കഴിയുന്നതുവരെ ഒരു ഘട്ടത്തിലും ആ മോള് അന്നത്തെ അപകടത്തെപ്പറ്റി മറന്നിട്ടില്ലായിരുന്നു മാർക്കോ. അതൊരു കൊളുത്തിപ്പിടിക്കുന്ന വേദനയായി ലക്ഷ്മി മോളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അവൾ എന്നും ദൈവങ്ങളെ പ്രാർത്ഥിക്കുമ്പോ കണ്ണന് നല്ലത് വരണേന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സ്വന്തം കൺമുന്നിൽ എത്തിച്ചു ലക്ഷ്മി മോള് കണ്ണനെ. ഓ, അങ്ങനെ അവർ ഒന്നായതല്ലേ? അതെ. എന്നിട്ടും എനിക്കങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ലല്ലോ അമ്മേ. നിന്റെ ഭാഗ്യങ്ങൾക്ക് തടസ്സമായി ചില ശക്തികൾ പ്രവർത്തിച്ചിരുന്നു. അതേപ്പറ്റിയൊക്കെ ഞാൻ പിന്നെ പറയാം. നീ ഇപ്പൊ അവളെ കാണാറുണ്ടോ? ഇടയ്ക്ക്.
ഹലോ കണ്ണേട്ടാ, വിളിയൊന്നും കണ്ടില്ല. എന്തെടുക്ക അവിടെ? ഞാൻ കണ്ണേട്ടനെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. അങ്ങനെ സംശയിച്ചപ്പോ വിളിക്കണ്ടേ? ഒന്നാമത് തനിക്കിപ്പോ എന്തോ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് താൻ പറയുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല കണ്ണേട്ടാ. അപ്പോഴേ 7-ാം മാസത്തെ ചടങ്ങ് ഇവിടെ വെച്ച് ഗംഭീരമായിട്ട് നടത്താന്നാ ഞാൻ വിചാരിക്കുന്നത്. അവിടെ വെച്ച് തന്നെ ചടങ്ങ് നടത്താൻ ഉറപ്പിച്ചോ? ഇതെന്റെ തറവാട് വീടാ. 7-ാം മാസം ഇവിടെ വെച്ചെങ്കിലും നടത്തണ്ടേ? അതൊക്കെ കണ്ണേട്ടന്റെ ഇഷ്ടം പോലെ. അനന്തു ലേഖയൊക്കെ വരുമല്ലോ. തന്റെ അമ്മ ഇവിടെ കാണും. അവിടെയുള്ളവർക്കാണ് ബുദ്ധിമുട്ട്. അതൊന്നും താൻ നോക്കണ്ട. നമ്മൾ ശല്യം ചെയ്യാതെ മാറി നിൽക്കുമ്പോഴാ ഇവിടെയുള്ളവർക്ക് നമ്മൾ തിരിച്ചു വരുന്നത് പ്രയാസമായിട്ട് തോന്നുന്നത്. ഇടയ്ക്കൊക്കെ താൻ ഇവിടെ വന്ന് താമസിക്കണം. എല്ലാ വിശേഷ ദിവസങ്ങളിലും താൻ ഇവിടെ വേണം. ഇനിയിപ്പോ തിരുവോണത്തിന് എന്തായാലും നമുക്കിപ്പം നമ്മുടെ കുഞ്ഞും ഉണ്ടാവും. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ താനത് എന്നോട് പറഞ്ഞില്ലെങ്കിലും ലേഖയോട് പറയണം കേട്ടോ. ശരി കണ്ണേട്ടാ.